തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലേ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. നിന്റെ സന്നിധിയിൽ നിന്നും മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പരമാർത്ഥമായി നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവരുടെ മഹത്വം. യൂദയായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ. ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും. അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വടക്ക് നിന്ന് ഭീഷണി. യൂദയായിൽ വിളിച്ചു പറയുവിൻ, ജെറുസലേമിൽ പ്രഘോഷിക്കുവിൻ, കാഹളം ഊതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണത്തിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ. അഭയം തേടി ഓടുവിൻ, മടിച്ചു നിൽക്കരുത്. തിന്മയും ഭീകരനാശവും വടക്കു നിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകൻ സങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദേശം ശൂന്യമാക്കും, നിന്റെ നഗരങ്ങൾ വിജനമായ നാശകൂമ്പാരമാകും. ആകയാൽ നിങ്ങൾ ചാക്കൊടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിന്റെ ഉഗ്രകോപം നമ്മളിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് രാജാവിന്റെ ഹൃദയം തളരും, പ്രഭുക്കന്മാർ ഭീരുക്കളാകും, പുരോഹിതന്മാർ നടുങ്ങും, പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും, ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറുസലേമിനെയും വഞ്ചിച്ചു. നിങ്ങൾക്ക് എല്ലാം ഭദ്രമെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോട് പറയപ്പെടും, എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. പതിരുപാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല. അത് ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക. ഇതാ, കാർമേഘം പോലെ ശത്രു വരുന്നു. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ദാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു, എഫ്രായിം മലയിൽ നിന്ന് അനർത്ഥങ്ങളെ പറ്റിയുള്ള അറിയിപ്പും. ജനതകളോട് വിളംബരം ചെയ്യുവിൻ, ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ, വിദൂരത്തു നിന്നും ശത്രുക്കൾ വരുന്നു. യൂദയായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിന് ചുറ്റും കാവൽക്കാരനെ പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതെല്ലാം നിന്റെ മേൽ വരുത്തിവെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ. ഇത് നിന്റെ ശിക്ഷയാണ്. അത് കൈപ്പേറിയത് തന്നെ, നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു. ജെറമിയായുടെ വേദന, അസഹ്യമായ വേദന. ഞാൻ വേദനയാൽ പുളയുന്നു. എൻ്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു. നിശബ്ദമായിരിക്കുവാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു. കൂടാരവിരികൾ നിമിഷ നേരം കൊണ്ട് കീറി പറയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നുവരെ കേൾക്കണം. എന്തെന്നാൽ എൻ്റെ ജനം വിഡ്ഢികളാണ്,
അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്. നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. ആസന്നമായ ശിക്ഷ. ഞാൻ ഭൂമിയിലേക്ക് നോക്കി. അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തിലേക്ക് നോക്കി. പ്രകാശം കെട്ടുപോയിരിക്കുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി. അവ വിറപ്പൂണ്ടിരുന്നു. കന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശപ്പറവകളെല്ലാം പറന്നു പോയിരിക്കുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലംപതിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നതും അതിന് മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എൻ്റെ തീരുമാനം മാറുകയില്ല. പടയാളികളോടും വില്ലാളികളോടും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു. അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു. പട്ടണങ്ങളെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ ജനവാസമില്ലാതായി. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിനു രക്താംബരം ധരിക്കുന്നു? നീ എന്തിനു രത്നാഭരണം അണിയുന്നു? എന്തിനു കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു? നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു. അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു. പ്രസവവേദന എന്ന പോലെ നിലവിളി ഞാൻ കേട്ടു. കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടെ പോലെയുള്ള ആർത്തനാദം. സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു. ഹാ, എനിക്ക് ദുരിതം! കൊലപാതകികളുടെ മുൻപിൽ ഞാൻ ഇതാ തളർന്നു വീഴുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ജെറുസലേമിന്റെ പാപം. ജെറുസലേമിന്റെ തെരുവീഥികളിൽ ചുറ്റിനടന്ന് അന്വേഷിക്കുക, പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക. നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം. കർത്താവിന്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ്. കർത്താവെ, അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലേ? അവിടുന്ന് അവരെ പ്രഹരിച്ചു, അവർക്ക് വേദനിച്ചില്ല. അവരെ ക്ഷയിപ്പിച്ചു, അവർ തെറ്റു തിരുത്താൻ തയ്യാറായില്ല. അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി. മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ സാധുക്കളാണ്, ബുദ്ധിയില്ലാത്തവർ. ഇവർക്ക് കർത്താവിന്റെ വഴിയും ദൈവത്തിന്റെ നിയമവും അറിഞ്ഞുകൂടാ. ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കാം. അവർക്കാണെങ്കിൽ കർത്താവിന്റെ വഴി അറിയാം, ദൈവത്തിന്റെ നിയമവും അറിയാം. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ മുഖം തകർത്തിരിക്കുന്നു, കെട്ടുകൾ പൊട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും, മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു. പുറത്തേക്കിറങ്ങുന്നവനെ അത് പിച്ചി ചീന്തും. എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ്, അവരുടെ വിശ്വസ്തത നിസ്സീമമാണ്. ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി. അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. വേശ്യാഗ്രഹങ്ങളിൽ അവർ സംഘം ചേർന്നു. തിന്നുമതിച്ച കുതിരകളാണവർ. അയൽക്കാരന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ ഹേഷാരവം മുഴക്കുന്നു. ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? കർത്താവ് ചോദിക്കുന്നു. അവളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവിൻ, എന്നാൽ പാടെ നശിപ്പിക്കരുത്. അവളുടെ കമ്പുകൾ മുറിച്ചു കളയുവിൻ, അവയൊന്നും കർത്താവിൻ്റെതല്ല. ഇസ്രായേൽ ഭവനവും യൂദയാ ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു. അവർ കർത്താവിനെ പരിത്യജിച്ചു. അവർ പറഞ്ഞു, അവിടുന്ന് ഒന്നുമല്ല, ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല. യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. പ്രവാചകന്മാർ
കാറ്റായിത്തീരും. ദൈവത്തിന്റെ വചനം അവരിലില്ല. അവരുടെ ഭീഷണികൾ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ പതിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. അവരെ ഞാൻ വിറകാക്കും. അഗ്നി അവരെ വിഴുങ്ങും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, വിദൂരത്ത് നിന്നും ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു. അജേയവും പുരാതനവുമായ ഒരു ജനതയാണത്. അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ. അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല. അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു. അവരെല്ലാവരും യുദ്ധവീരന്മാരാണ്. നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും. നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും. നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും. നിന്റെ ആലയമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലംപരിശാക്കും. എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു. അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും. യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക. യൂദയായിൽ ഇത് വിളിച്ചു പറയുക. ഭോഷരും അവിവേകികളുമായ ജനമേ, ശ്രവിക്കുവിൻ. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്കെന്നെ ഭയമില്ലേ? എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ? കടലിന് അതിരായി ഞാൻ മണൽത്തീരം സ്ഥാപിച്ചു. അലംഘ്യമായ അതിർത്തി. തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല. അവ ആർത്തിരുമ്പിയാലും അതിനെ മറികടക്കുകയില്ല. എന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ്. അവർ പുറംതിരിഞ്ഞു പോയിക്കളഞ്ഞു. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു. ശരത്കാലവും വസന്തവർഷവും അവിടുന്ന് നൽകുന്നു. വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു. കൂട്ടത്തിൽ പക്ഷികളെ പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി. അവർ തടിച്ചു കൊഴുത്തു. അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല. അവരുടെ വിധികൾ നീതിയുക്തമല്ല. അനാഥർക്കു വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല. ഈ പ്രവർത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? കർത്താവ് ചോദിക്കുന്നു. ഭീഭത്സവും സംഭ്രമാജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ പ്രവചനങ്ങൾ നടത്തുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു. എൻ്റെ ജനത്തിന് അതിഷ്ടമാണ്. എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ശത്രു പടിവാതുക്കൽ. ബെഞ്ചമിൻ ഗോത്രജരെ, ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവിൻ. തെക്കോവായിൽ കാഹളമോതുവിൻ. ബെത്ഹാരമിൽ കൊടി നാട്ടുവിൻ. വടക്കു നിന്ന് അനർത്ഥവും കൊടിയ വിപത്തും അടുത്തു വരുന്നു. ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ സിയോൻ പുത്രിയെ ഞാൻ നശിപ്പിക്കും. ഇടയന്മാർ ആടുകളോടൊരുമിച്ച് അവർക്ക് നേരെ വരും. അവൾക്ക് ചുറ്റും അവർ കൂടാരമടിക്കും. ഓരോരുത്തരും ഇഷ്ടമുള്ളിടത്ത് ആട് മേയിക്കും. അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ. ആയുധമെടുക്കുവിൻ. നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം. ഹാ കഷ്ടം! നേരം വൈകുന്നു. നിഴലുകൾ നീങ്ങുന്നു. എഴുന്നേൽക്കുവിൻ. നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറുസലേമിലെ മരങ്ങൾ മുറിക്കുവിൻ. അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ. ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ.
കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു. ആക്രമണത്തിന്റെയും നശീകരണത്തിന്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുകയുള്ളൂ. രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ജെറുസലേം, നീ എൻ്റെ താക്കീത് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും, നിന്നെ വിജനമായ മരുഭൂമിയാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. മുന്തിരിയുടെ കല പെറുക്കുന്നത് പോലെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ തേടിപ്പിടിക്കുക. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക. എൻ്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്ന വിഷയമായിരിക്കുന്നു. അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല. തന്നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു. അത് ഒരുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളർന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. തെരുവിലെ കുട്ടികളെയും യുവാക്കളെയും കൂട്ടങ്ങളുടെയും മേൽ അത് ചൊരിയുക. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികയുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ. അവരുടെ വീടുകൾ, നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും. ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും. നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തിപ്പൂണ്ടിരിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല, തെല്ലും തോന്നിയില്ല. ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും. ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലംപതിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. പഴയ പാതകൾ അന്വേഷിക്കുക. നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു. കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. ആകയാൽ ജനതകളെ കേൾക്കുവിൻ, ജനസമൂഹമേ മനസ്സിലാക്കുവിൻ, അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവിൻ. അല്ലയോ ഭൂമി, കേട്ടാലും. ഈ ജനത്തിന്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും. അവർ എൻ്റെ വാക്ക് ചെവിക്കൊണ്ടില്ല, എൻ്റെ നിയമം അനുസരിച്ചുമില്ല. വേശ്യായിൽ നിന്നോ കുന്തിരിക്കവും വിദൂര ദേശത്തു നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ത്? നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല. കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും. അവർ തട്ടി വീഴും. അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. അതാ വടക്ക് നിന്ന് ഒരു ജനത വരുന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട്. അവർ വില്ലും കുന്തവും കയ്യിലേന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത കഠിനഹൃദയരാണ്. അവരുടെ ആരവം അലയാഴിയുടേന് തുല്യം. കുതിരപ്പുറത്താണ് അവർ വരുന്നത്. സിയോൻ പുത്രി, അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയണിയായി വരുന്നു. ഞങ്ങൾ ആ വാർത്ത കേട്ടു. ഞങ്ങളുടെ കരങ്ങൾ തളർന്നു. ഈറ്റുനോവ് സ്ത്രീയെ എന്ന പോലെ കഠിനവേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു. നിങ്ങൾ വയലിൽ ഇറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത്. ശത്രുവിന്റെ വാൾ അവിടെയുണ്ട്. എല്ലായിടത്തും ഭീകരാവസ്ഥയാണ്. എൻ്റെ ജനത്തിന്റെ പുത്രി, നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക. ഏകജാതനെ കുറിച്ചെന്ന പോലെ ഉള്ളുരുകി കരയുക. ഇതാ, വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു. എൻ്റെ ജനത്തിന്റെ മാറ്റുരച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കാത്തതിനു ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു. അവർ പയറ്റിത്തെരിഞ്ഞ കലാപകാരികളാണ്. അവർ മിഥ്യാപവാദം പരത്തുന്നു. പിച്ചിളയും ഇരുമ്പും പോലെ കഠിനഹൃദയരാണവർ. അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു. ഉല ശക്തിയായി ഊതുന്നു. ഈയം തീയിൽ ഉരുകുന്നു. ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ്.
എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല. കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.